നമസ്കാരം. കേരളം നമ്മളിപ്പോൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ നാട്. ഇവിടെ ദൈവമല്ല, ശരിക്കും ചെകുത്താൻ്റെ നാടായിട്ടാണ് ഇപ്പോൾ മാറിയത്. ഇടയ്ക്ക് ദൈവത്തിൻ്റെ നാട് തന്നെയായിരുന്നു കേരളം. പ്രകൃതി ഭംഗി കൊണ്ടും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള മനുഷ്യരുടെ മനസ്സുകൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ആരോഗ്യ നിലവാരം കൊണ്ടും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും കേരളം മുന്നിട്ട് നിന്നു. പക്ഷേ ഒരു കാലത്ത് കേരള ചരിത്രം നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ കേരളം ഇതൊന്നുമല്ലേയായിരുന്നു. ഏറ്റവും അധപതിച്ച ഒരു രീതിയിലുള്ള ഒരു നടപടിക്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതായത് അന്ധവിശ്വാസങ്ങളുടെ കൂത്തരങ്ങ്. അതുപോലെ തന്നെ ഇവിടെ ജാതി വ്യവസ്ഥ, വല്ലാത്ത രീതിയിലുള്ള ജാതി വ്യവസ്ഥ. ഓരോ ജാതിക്കും ഉപജാതികളുണ്ടായിരുന്നു. ഉപജാതികൾ തമ്മിൽ കണ്ടാൽ കുളിക്കണം അല്ലെങ്കിൽ മാറിപ്പോണം എന്നുള്ള അവസ്ഥ വരെ ഉണ്ടായിരുന്നു. ഉച്ചനീചത്വങ്ങൾ ഇവിടെ കൊടികുത്തി വാണിരുന്നു. ഏതോ മിത്തിൻ്റെ പേരിലായിരിക്കാം ബ്രാഹ്മണരെ വെളിയിൽ നിന്നും കൊണ്ടുവന്നു എന്നും ആ ബ്രാഹ്മണിസം എന്ന് പറയുന്നത് അത് കുടുംബപരമായി മുന്നോട്ട് പോകേണ്ടതാണെന്നും ഒക്കെയുള്ള ഒരു ചിന്ത നമ്മളിൽ വന്നു. യഥാർത്ഥ ബ്രാഹ്മണൻ ആരാണെന്ന് നമ്മൾ അറിയാതെ പോയി. അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷിക്കാർ, കൃഷിയില്ലെങ്കിൽ ഈ ഒരു ബ്രാഹ്മണനും ഒരു അന്നം പോലും കഴിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ കൃഷിക്കാരെ കൃഷി എടുക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ വെയിലത്ത് എക്സ്പോസ്ഡായിട്ട് ആ മുഴുവൻ വെയിലും നമ്മുടെ ശരീരത്തിൽ കൊള്ളുകയാണ്. അപ്പോൾ അത് ജനറ്റിക്കായിട്ട് അവർ കുറച്ച് ഡാർക്ക് സ്കിന്നായിട്ടുള്ള ആൾക്കാരായിട്ട് മാറും. ദ്രാവിഡ സംസ്കാരത്തിൽപ്പെട്ട അവരെ നമ്മൾ പല പേരുകൾ പറഞ്ഞ് പുറന്തള്ളി അവരെ കാണുന്നത് തന്നെ ശാപമായിട്ട് മാറി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് കേരളത്തിൽ, ഞാൻ വേറെ ഒരു സ്ഥലവുമല്ല പറയുന്നത്, കേരളത്തിൽ ഉന്നത സ്ഥാനങ്ങളിലാണ് അവരിയ്ക്കുന്നത്. അവരെക്കാൾ വളരെ താഴെത്തട്ടിലാണ് ഈ ഉയർന്ന ജാതി എന്ന് പറഞ്ഞിരുന്ന, ഇപ്പോൾ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയൊന്നുമില്ല, ഉയർന്ന ജാതി എന്ന് പറഞ്ഞിരുന്ന ആ ജനങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് അല്ലെങ്കിൽ വസിക്കുന്നത്. അവർക്ക് സാമ്പത്തികമായി ഒരു നേട്ടവുമില്ല. ഉയർന്ന മേൽ ജാതികളിൽപ്പെട്ടവർ ഇന്നത്തെ കാലത്ത് അഷ്ടിക്ക് വകയില്ലാതെ അലയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നായർ, മേനോൻ, അതുപോലെ തന്നെ നമ്പൂതിരി, ഇങ്ങനെയൊക്കെയുള്ളവർ വംശത്തിൽപ്പെട്ടവർക്ക് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ യുവാക്കൾക്ക് കിട്ടുന്നില്ല. കാരണം എന്താണ്? അവർ പെൺകുട്ടികൾ നോക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് ഇവിടെ ഗവൺമെൻറ് ജോലിയില്ല, സംവരണമില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു കീഴ് ജാതിക്കാരനെ കല്യാണം കഴിക്കണം. ആ രീതിയിലാണ് ഇന്നത്തെ പോക്ക്. അപ്പോൾ ഈ കേരളം എന്തുകൊണ്ടാണ് ഈ വളരെ അധപതിച്ച അവസ്ഥയിൽ നിന്നും, വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച ഒരവസ്ഥയിൽ നിന്നും ഇന്നത്തെ അവസ്ഥയിലേക്ക് വരാനായിട്ട്, ഇന്നത്തെ അവസ്ഥയല്ല കേട്ടോ, ഇപ്പോൾ കറണ്ടായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല പറഞ്ഞത്, നമുക്കൊക്കെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ ഒരവസ്ഥയിലേക്ക് വരാൻ എന്താണ് കാരണം? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം തന്നെയാണ്. നിങ്ങൾ മതം മാറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് മതം മാറ്റുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റുന്നു. അവരുടെ ഒരു എയിം തന്നെ അതാണ്, ഉദ്ദേശം തന്നെ ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കുക എന്നതാണ്. ക്രിസ്തു ഒരിക്കലും ഒരു ക്രിസ്തു മതം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്ത്, അതായത് പ്രാർത്ഥിക്കുവാനോ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബൈബിളിൽ എവിടെയെങ്കിലും? പക്ഷേ ക്രിസ്തു പറഞ്ഞതുപോലെ സ്നേഹിക്കാനും സമാധാനപരമായി ജീവിക്കാനും അന്യൻ്റെ മുതൽ കട്ടുമുടിക്കാതിരിക്കാനും വ്യഭിചരിക്കാതിരിക്കാനും അന്യൻ്റെ ഭാര്യയെ കാമത്തോടെ നോക്കാതിരിക്കാനും അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞു. സ്വന്തം മെയ്യനയ്ക്ക് ജോലി ചെയ്ത് ആഹാരം കഴിക്കുവാൻ പറഞ്ഞു അദ്ദേഹം. അങ്ങനെയുള്ള കാര്യങ്ങൾ, പല പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. ഞാൻ ഒരു മതത്തെ പറയുകയല്ല, പക്ഷേ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്നത് കാരണം കേരളത്തിനുണ്ടായ ഡെവലപ്മെൻറ്റ്, സ്കൂളുകൾ, ആശുപത്രികൾ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന റെയിൽവേ, ഇതൊന്നും നമ്മൾ മറന്നു കളയാനുള്ളതല്ല. പിന്നെ അന്ന് പണ്ട് പഴയ കാലത്തെ ജാതി വ്യവസ്ഥയിൽ സ്വന്തം ഭൂമി പോലും ഇല്ലാതെ വല്ലതിൻ്റെയും ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നവന് ഭൂപരിഷ്കരണ നിയമപ്രകാരം ഭൂമി പതിച്ചു കൊടുത്തത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. അതും നമുക്ക് മറക്കാൻ പറ്റില്ല. കമ്മ്യൂണിസം എത്രത്തോളം ഇന്ന് അധപതിച്ചു എന്നുള്ളത് വേറെ കാര്യം. ഇന്ന് കമ്മ്യൂണിസം ഇല്ല, പക്ഷേ കമ്മ്യൂണിസത്തിലൂടെയാണ് കേരളം ഒരു പരിധിവരെയെങ്കിലും മുകളിലെത്തിയത്, ഇല്ലെങ്കിൽ ഇന്നത്തെ കേരളമായി മാറിയത്. അതിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നും നന്ദി പറഞ്ഞേ പറ്റുകയുള്ളൂ. പിന്നെ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ കോൺഗ്രസ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി
പടിവെട്ടിക്കൊണ്ടിരുന്നപ്പോൾ പോലും കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കാൻ അവർ വളരെയധികം പ്രയത്നിച്ചു. മഹാത്മാഗാന്ധിയും അതിൽ വരും. അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂർ രാജവംശം, അവരെ എത്ര പ്രശംസിച്ചാലും പറ്റുകയില്ല. അവിടുത്തെ മഹാറാണിമാരെയും അതുപോലെ രാജാക്കന്മാരെയും പല അന്ധവിശ്വാസങ്ങളും ഇല്ലാതാക്കിയത് അങ്ങനെയാണ്. പണ്ട് കാലത്ത് ഒരു നായർ സ്ത്രീ ഒരു പ്രത്യേക ദിവസങ്ങളിൽ വെളിയിലിറങ്ങി എന്തിനെങ്കിലും വെളിയിലിറങ്ങുന്നു എന്ന് ഇരിക്കട്ടെ, അന്ന് അവിടെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ കൂവി വിളിക്കുകയോ അല്ലെങ്കിൽ അവളെ കണ്ടു എന്ന് പറയുകയോ ചെയ്യുകയാണെങ്കിൽ അവനോടൊപ്പം പോകണം. വേലപ്പേടി, പുലപ്പേടി എന്ന് പറഞ്ഞ പല അന്ധവിശ്വാസങ്ങളും ഇവിടെ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ ശ്രീരാമ മാസം അവസാനിക്കുമ്പോൾ, കർക്കിടക മാസം അവസാനിക്കുമ്പോൾ ഒരു പ്രത്യേക പൂജ ഉണ്ടാവുകയും അതുപോലെ തന്നെ ചെറുതിലെ കെട്ടിതാലി കല്യാണം എന്ന് പറഞ്ഞിട്ടൊരു അനാവശ്യ ചെലവ് നടത്തുകയും ഒക്കെ ചെയ്താണ് ഈ മേൽജാതിക്കാർ മുടിഞ്ഞുപോയത്. പക്ഷേ അതെല്ലാം മാറ്റി ഈ കേരളത്തെ ഇന്നത്തെ കാണുന്ന രീതിയിലെത്തിച്ചതിന് നമുക്ക് നന്ദി പറയേണ്ടവരോട് പറയണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാരോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. പിന്നെ ഇവിടെ കമ്മ്യൂണിസം കൊണ്ടുവന്ന് അതിനുവേണ്ടി മരിച്ചു വീണവരോടും അതിനുവേണ്ടി പുറപ്പെട്ടവരോടും പിന്നെ വിധവാ വിവാഹങ്ങളും മറ്റ് പരിഷ്കാരങ്ങളും നടത്തിയ VT ഭട്ടതിരിപ്പാടിനെ പോലെയുള്ള നമ്പൂതിരിമാരോടും, നമ്പൂതിരി ഇല്ലങ്ങളിലാണ് ശരിക്കും കമ്മ്യൂണിസം വന്നത്, സോഷ്യലിസം വന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇല്ലാതെ താണജാതിക്കാരുടെ ഇടയിലുള്ളതിനേക്കാൾ കൂടുതൽ ഉയർന്ന ജാതിക്കാരുടെ ഇടയിലാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, ഒരുമ എന്ന ആശയം, ഒരേ ജനം ഒരേ മനം എന്നുള്ള ആശയം ആദ്യമായിട്ട് വന്നത്. ഇതൊന്നും നമുക്ക് മറന്നുകൂടാ. പക്ഷേ ആ ആശയങ്ങളെയെല്ലാം കുഴിച്ചു മൂടി ഒരു കുടത്തിലാക്കി വച്ചിരിക്കുകയാണ്. ആ ഭൂതം എപ്പോഴും ആ കുടത്തിൽ നിന്നും പുക വമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ ഭരണം കമ്മ്യൂണിസമല്ല, ഇവിടെ നീചമായിട്ടുള്ള ഒരു ഭരണമാണ്. പണ്ടൊരു പറച്ചിലുണ്ട്, അതായത് ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ചക്രവർത്തിയെ കളയണം, ഒരു ഗോത്രത്തിന് വേണ്ടി ഗോത്ര തലവനെ കളയണം, ഒരു കുടുംബം നന്നായില്ലെങ്കിൽ പുത്രനെ കളയുക, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഭരണത്തിനെതിരെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് രാജ്യത്തിൽ ആരാണോ സുരക്ഷിതത്വം കൊണ്ടുവരുന്നത്, ആരാണോ വികസനം കൊണ്ടുവരുന്നത്, അവരാകട്ടെ നമ്മുടെ ഭരണകർത്താക്കൾ, അവരാകട്ടെ നമ്മുടെ മനസ്സിൽ ഉള്ള രാജാക്കന്മാർ. അവർക്ക് വേണ്ടിയാകട്ടെ നമ്മുടെ ഓരോ പ്രയത്നവും ഓരോ വാക്കും ഓരോ മൂവ്മെൻറ്റും.